ആക്ച്വലി രാജുവേട്ടാ നമ്മളിപ്പം ഒറ്റയടിക്ക് ഒരാളുടെ മുഖത്ത് നോക്കി ഒറ്റയടിക്ക് റിജക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഇമോഷൻസ് എന്താണെന്ന് അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടോ തോന്നുന്നു അങ്ങനത്തെ ഒരു ചിന്തകൾ രാജുവേട്ടൻ ചിന്തിക്കാറ്. ഒരാൾ ഞാൻ ഉദാഹരണം പറയാം, പല രീതിയിൽ ഞാൻ ഡീൽ ചെയ്യാറുണ്ട്. ഒരു പയ്യൻ ഇങ്ങനെ സ്ഥിരം വിളിക്കുന്നത് 2 പേര് അവർ വന്നിട്ട് ഇങ്ങനെ കഥ കേട്ടപ്പോഴുള്ള കഥയെപ്പോഴുള്ള എനിക്ക് അവന്മാർ ആത്മഹത്യ എന്നുള്ള സംഭവം. ഞാൻ പറയും എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കഥ കൊള്ളൂല്ലെങ്കിൽ ഞാൻ പറയും. അതുകൊണ്ട് അത് സാറിൻ്റെ അഡ്വൈസ് വേണം. സാറ് ഗുരുനാഥൻ മറ്റേ പറഞ്ഞു ഞാൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വരാൻ പറഞ്ഞ കഥ കേട്ടു. ഒരു 15 മിനിറ്റ് ഞാൻ പറഞ്ഞ് നിർത്താൻ പറയുന്നു. ഞാൻ ബാക്കി കഥ കേൾക്കത്തില്ല. ഇത് കൊള്ളൂല്ലെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നില്ല. വേറെ ആരെങ്കിലും പറയുമായിരുന്നു, ഞാൻ പറയുന്നില്ല. അപ്പം പറഞ്ഞ പോലെ ആയിരുന്നു, ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ സിനിമ എടുക്കുന്നതിന് മുമ്പ് എങ്ങനെയാണെന്നുള്ളത് തിരക്കാതെ എന്നുള്ളതിന് നിങ്ങളൊന്ന് പത്മരാജൻ സാറിൻ്റെ, MT സാറിൻ്റെ, ശ്രീനിവാസൻ്റെ ഇവരുടെ എല്ലാം തിരക്കഥകളൊന്ന് വായിക്കണം. എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് പോകുന്നതെന്നുള്ളത്. ചുമ്മാ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടുന്നവരെ എഴുതി കൊണ്ടുവന്നത് സിനിമ ആകത്തില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞൊന്നും രക്ഷയില്ല, വർക്കൗട്ട് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സിനിമയുടെ മീഡിയ എന്താണ് സംഭവം. നിങ്ങൾ ഈ പുസ്തകങ്ങൾ എവിടെയെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ വേണമെങ്കിൽ ലൈബ്രറിയിൽ നിങ്ങൾ എടുത്ത് വെച്ച് വായിക്കണം. ഇത് വായിക്കാതെ സിനിമ എടുക്കാൻ വരരുത്. ഒരു മിനിമം ഇത് വായിക്കേണ്ട പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഒരു സിനിമ എടുക്കണം, ഡയറക്റ്റ് ചെയ്യണമെന്നാണ് ഇവരെൻ്റെ MTയുടെ സ്റ്റൈല്, പത്മനാഭൻ്റെ സ്റ്റൈല്. പിന്നെ അതിഗംഭീരമായ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ശ്രീനിവാസൻ.